അയ്യ, അവൻ്റെ അവിഞ്ഞ ചിരി കണ്ടാ മതി. ഏയ് ഒന്നുമില്ല. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? പറ, നോക്കാം. നോക്കാനൊന്നുമില്ല, അത്ര വലിയ പണിയൊന്നുമല്ല. നീ കാര്യം പറ. എനിക്ക് ഒരു റിങ് സെലക്ട് ചെയ്ത് തരുമോ? സരസ്വതിന് കൊടുക്കാനാ. സരസ്വ അവൻ്റെ ലവറാണ്, സരസ്വതി. ഞാനോ? പ്ലീസ് മുത്തേ, അവിടെ ബർത്ത്ഡേ വരുന്നുണ്ട്, അതിന് കൊടുക്കാനാ. എല്ലാവരും ട്രീറ്റിന് പോയി. എനിക്ക് വലിയ സെലക്ഷനൊന്നും ഇല്ല, അതാ. വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ലെങ്കിലും അവൻ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ പോവാതിരിക്കാൻ? പെട്ടെന്ന് പോകാൻ എനിക്ക് സമ്മതിച്ചോ? ഓ, അതൊക്കെ സെറ്റ്, നമുക്ക് പെട്ടെന്ന് പോരാ. ചെന്നിരുന്ന ജ്വല്ലറിയുടെ മുമ്പിലാണ്. ഇതെന്താ ഇവിടെ? സ്വർണത്തിൻ്റെ റിങ്ങാണ് എടുക്കുന്നത്? അല്ലടി, സിൽവർ റിങ്ങാ. അതിന് കുറേ പൈസ ആവൂലേ? ഇല്ലടി, 1000 മതിയാവും. അവസാനം നാണം കേടുവോ? ഇല്ലടി, ഞാൻ അന്വേഷിച്ചതാ, 1000 മതി. ഞങ്ങൾ രണ്ടും കൂടെ കയറി കുറേ തിരഞ്ഞു, പക്ഷെ നല്ല സെലക്ഷൻസ് ഒന്നും ഇല്ല. അവസാനം അവൻ പിന്നെ വാങ്ങിച്ചോളാൻ തീരുമാനിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പുറകിന്ന് വിളിച്ചു. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ജ്വല്ലറിയിലെ സെയിൽസ്മാനാണ്. നിങ്ങളെ മാനേജർ വിളിക്കുന്നു. എന്തിന്? അറിയില്ല, വാ പെട്ടെന്ന് പോരാ. എന്തിനാണെന്നറിയില്ലേലും ഞങ്ങൾ കൂടെ പോയി. അവിടെ ചെന്ന് കാര്യം അറിഞ്ഞപ്പോൾ അങ്ങ് പാതാളത്തിലോട്ട് പോയാൽ മതിയെന്നായി. അവിടുന്ന് ഒരു മോതിരം മോഷണം പോയി. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് കാണാതായത്. ഞങ്ങൾ എടുത്തു എന്ന് അവർ പറയുന്നു. പോയത് സ്വർണ്ണമോതിരാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് കയ്യും കാലും വിറക്കാൻ തുടങ്ങി. ഞങ്ങൾ സ്വർണ്ണമോതിരം നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ കേൾക്കുന്നില്ല. കാരണം ആ ബോക്സ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. അവസാനം CCTV നോക്കാമെന്ന് ഗൗതം പറഞ്ഞു. അപ്പോൾ കുറച്ച് സമാധാനമായെങ്കിലും തങ്ങളെ രക്ഷിക്കാൻ മാത്രം അതിലൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് മുമ്പേ വന്നു പോയവർ അത് എടുത്തിട്ടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമായി തെളിയുന്നുണ്ട്. ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു. ഞങ്ങൾ അടുത്തുനിന്ന മനുഷ്യൻ പുറത്തോട്ട് പോയി, പകരം വേറൊരാൾ വന്നു. ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾക്ക് എടുക്കാം എന്നാണ് അവർ പറയുന്നത്. പുറത്തേക്ക് പോയ മനുഷ്യനെ സംശയിക്കാനും വയ്യ, അത് ഇതിൻ്റെ ഉടമസ്ഥയിലെ ഒരാളാണ്. ഞങ്ങളുടെ ബാഗൊക്കെ അവർ പരിശോധിച്ചു. നാണക്കേട് കാരണം ചത്താ മതിയെന്നായി എനിക്ക്. അവൻ്റെ കൂടെ പോരാൻ തോന്നിയ നിമിഷത്തെ ഞാൻ മനസ്സാ ശപിച്ചു. പക്ഷെ അവനും നിസ്സഹായനായിരുന്നു. അപ്പോഴേക്കും പോലീസുകാർ വന്നു. അവരെ കൂടെ കണ്ടപ്പോൾ നെഞ്ചിരിപ്പിൻ്റെ ശബ്ദം കേട്ട് എനിക്കിപ്പോൾ അറ്റാക്ക് വരുന്ന അവസ്ഥയായി. ഞാൻ കണ്ണുകൊണ്ട് പൂജാരിയെ തിരഞ്ഞു. പക്ഷേ പൂജാരി ആ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ചെറിയൊരു ആശ്വാസം നൽകി. അവർ തിരിച്ചും മറിച്ചും ചോദിച്ചു. എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്താൽ മതി, കേസൊന്നും ആക്കൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാൻ? അവസാനം ആ പൈസ കോന്നും കൊടുക്കാൻ നേറ്റു. അതോടെ അവർ ഉറപ്പിച്ചു എടുത്തത് ഞങ്ങളാണെന്ന്. അവസാനം സ്റ്റേഷനിൽ പോകാമെന്നായി. കാരണം കടയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റേഷൻ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തലകറങ്ങാൻ തുടങ്ങി. ജീപ്പിൽ കയറിയിരിക്കുമ്പോൾ നാണക്കേടും അതോടൊപ്പം ഭയവും എന്നെ വന്ന് പൊതിഞ്ഞു. വീട്ടിലറിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നുന്നു. ഞാനത് മോഷ്ടിച്ചതെന്ന് അച്ഛനും അമ്മയും ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷേ ഇതുവരെ ഒന്നും നുള്ളി നോവിച്ചിട്ട് കൂടെ ഇല്ലാത്ത അച്ഛന് ഞാൻ ഇന്നത്തോടു കൂടി ഒരു അപമാനമാവും. മാധവൻ നായരുടെ മോൾക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കേട്ടത് വിശ്വസിക്കുന്ന ഈ കാലത്ത് ഇതിൻ്റെ സത്യം തേടി ആരും പോവില്ല. എല്ലാവരുടെ മുമ്പിലും ഇന്നു മുതൽ ഞാനൊരു കള്ളിയാവും. കള്ളിയെ കാണാൻ വന്ന സബ് ഇൻസ്പെക്ടർ ഒന്ന് ഞെട്ടിയെന്ന് ആ കണ്ണിലൂടെ ഞാൻ വായിച്ചെടുത്തു. പൂജാരിയോട് ഗൗതം എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ആ കണ്ണുകൾ എൻ്റെ മുഖത്താണ്. ആ മുഖം നിറയെ എന്നോടുള്ള പുച്ഛമാണ്. ഞാൻ തലതാഴ്ത്തി നിന്നതേയുള്ളൂ. എൻ്റെ നാവും മനസ്സൊക്കെ ചത്ത് കിടക്കുകയായിരുന്നു. നീ എന്തിനാ ജ്വല്ലറി പോയത്? എന്നോടാണ്. ഞാനൊന്നും പറഞ്ഞില്ല. ആ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി പോലും എനിക്കില്ലായിരുന്നു. നിന്നോടാ ചോദിച്ചത്? അതിന് ഞാൻ തലതാഴ്ത്തി നിന്നേയുള്ളൂ. ഇവൻ നിന്റെ ആരാ? ക്ലാസ്മേറ്റാ. ക്ഷയിച്ച് കിടക്കുന്ന നാവിനെ ഒരുവിധം ഞാൻ തട്ടി ഉണർത്തി. കാരണം ഇനിയും വേണ്ടിയില്ല, അങ്ങനെ എന്നെ ചവിട്ടി കൂട്ടും. നിങ്ങളെന്തിനാ ജ്വല്ലറി പോയത്? റിങ് മേടിക്കാൻ. നിനക്ക് റിങ് മേടിച്ചാൽ ഇവൻ നിന്റെ ആരാടി? ഞാനൊന്നും പറഞ്ഞില്ല. കണ്ട ചെക്കന്മാരുടെ ഇവിടെ നാട് തണ്ടി നടന്നോണം. ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോയ പോലെ നിനക്ക് ആരാന്റെ മോതിരം മോഷ്ടിക്കാൻ നടക്കണോ? ആത്മാവിനൊരു കുത്തേറ്റതുപോലെ പൊളഞ്ഞുപോയി ഞാൻ. പതിയെ എൻ്റെ കണ്ണുകൾക്ക് ജീവൻ വെച്ചു. കണ്ണ് ആർത്തിരമ്പി പെയ്യാൻ തുടങ്ങി. ഇത്രയും നേരം പിടിച്ചു നിന്ന് രക്ഷപ്പെടുമെന്ന മനസ്സിൻ്റെ മന്ത്രണത്തിലാണ്. ഇയാൾ രക്ഷിക്കുമെന്ന് മനസ്സ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ആശ്രയത്തിൻ്റെ അവസാന നാളും അണഞ്ഞു. കളിയായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്. ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോവാൻ എൻ്റെ മനസ്സ് വെമ്പി. ജ്വല്ലറിയുടെ ഓണറും ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന അയാളും സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് ഞാൻ മങ്ങിയ കാഴ്ചയിൽ കണ്ടു. റിങ് കിട്ടിയെന്ന് അയാൾ പറഞ്ഞപ്പോൾ അയാൾ കിട്ടുന്ന പൊട്ടിക്കാനാണ് തോന്നിയത്. ഞാൻ പതിയെ പൂജാരിയുടെ മുഖത്തോട്ടും നോക്കി. എന്നെ മൈൻഡ് ചെയ്യാൻ നിൽപ്പാണ്. ജ്വല്ലറിയുടെ ഓണറെ പൊരിച്ചെടുക്കുന്നുണ്ട്. അയാൾ 1 മിനിറ്റിൽ 100 സോറിയൊക്കെ പറയുന്നുണ്ട്. അയാൾ ഞങ്ങളോടും വന്ന് സോറി പറഞ്ഞു. ഉള്ളിലൊരു ആശ്വാസമുണ്ടെങ്കിലും ആ വിറയിൽ ഇതുവരെ എന്നെ വിട്ട് പോയിട്ടില്ല.
ഇതുവരെ അനുഭവിച്ച മാനസിക സംഘർഷം കെടുത്താൻ ഈ വാക്കുകളൊന്നും പോരാ. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല അയാളോട്. മനസ്സ് മുഴുവൻ ദേഷ്യമായിരുന്നു. എങ്കിലും ഞാൻ മൗനത്തെ കൂട്ടുപിടിച്ചു. തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഞങ്ങളല്ലാന്ന്, എന്നിട്ട് അവസാനം ഒരു സോറി പറഞ്ഞ എല്ലാം തീരുവോ? ഗൗതം അയാളോട് തട്ടിക്കേറി. ഈശ്വര, ഇനി ഇതിന്റെ പേരിൽ അങ്ങനെ പിടിച്ചകത്തിടുവോ? എനിക്കതായിരുന്നു പേടി. അയാൾ പിന്നെ എന്തൊക്കെയാ പറയുന്നുണ്ട്. ഞാൻ കണ്ണുകൊണ്ട് ഗൗതമിന്റെ കാല് പിടിച്ചു, ഒന്നും പറയരുതെന്ന്. പിന്നെ അവനൊന്നും പറഞ്ഞില്ല. ആ റിങ്ങിന്റെ കല്ല് പോയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി കൊടുത്തതായിരുന്നു. ഞങ്ങളുടെ അടുത്തുനിന്ന് ആ മനുഷ്യനാണ് ഈ പണി ഒപ്പിച്ചത്. അങ്ങേരെ ആരാണ്ട് വിളിച്ചപ്പോൾ അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. അതാണ് ഒരു കൺഫ്യൂഷൻ വരാൻ കാരണം. ഞങ്ങളെ അവർ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഗൗതം അയാളെ കൂർപ്പിച്ചെന്ന് നോക്കിയതേ ഉള്ളൂ. ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഞാനും ഗൗതവും പോവാനിറങ്ങി. അപ്പോഴാണ് ഞാൻ സമയം ശ്രദ്ധിക്കുന്നത്. നേരെ ഇരുട്ടിയിട്ടുണ്ട്. ഈശ്വര, അമ്മയോട് എന്ത് പറയും? ഇവിടെ നടന്നെങ്ങാ പറഞ്ഞ അവൻ്റെ കൂടെ പോയതിനോ ആദ്യം അടി കിട്ടുന്നു. ഞാൻ ഗൗതമിനെ നോക്കി. ഞാൻ വരാം, വീട് വരാം. വീട്ടിൽ വരുന്നതിലും കാരണം പറയാം, വാ. എൻ്റെ മനസ്സ് വായിച്ചിട്ടെന്ന പോലെ അവൻ പറഞ്ഞു. ഞങ്ങൾ നടന്ന് പകുതി എത്തിയപ്പോൾ തന്നെ ബുള്ളറ്റിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. എനിക്ക് എന്തെന്നില്ലാതെ ദേഷ്യം തോന്നി അങ്ങേരോട്. മനസ്സിലുള്ള അയാളുടെ പ്രതിബിംബം നിറയെ വെറുപ്പ് വന്ന് നിറഞ്ഞു. അടി കൂടുമ്പോൾ കള്ളി എന്നൊക്കെ വിളിക്കുന്നത് വെറുതെ തമാശക്കാണെന്നാണ് ഞാൻ കരുതിയത്. ഉള്ളിലൊരു ഇഷ്ടമുണ്ടെന്നാണ് കരുതിയത്. അയാളെ കാണാനും തല്ലുകൂടാനും വേണ്ടി തന്നെയാണ് ആൻറ്റിയെ കാണാനെന്നും പറഞ്ഞ് അവിടെ കയറി ഇറങ്ങിയത്. പക്ഷെ അയാൾക്ക് നമ്മളോടൊരു ഇഷ്ടവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. രക്ഷിക്കേണ്ടിയിരുന്നില്ല. പക്ഷെ എന്നൊന്ന് വിശ്വസിക്കാമായിരുന്നു. ഇഷ്ടം കാണിച്ചില്ലെങ്കിലും കുറച്ച് സഹതാപമൊക്കെ കാണിക്കായിരുന്നു. അയാളുടെ മനസ്സിൽ നമ്മളൊരു കള്ളിയുടെ ലേബലാണ് നിൽക്കുന്നതെന്നറിയാൻ വൈകിപ്പോയി. വൈക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്തോ പറയാനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതെന്ത് തന്നെയായാലും എനിക്ക് കേൾക്കണ്ട. അതുകൊണ്ട് ഞാൻ വഴിമാറി നടന്നു. വണ്ടിയും കൊണ്ട് പിന്നെ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കുറുകെ നിർത്തിയിട്ടു. മനസ്സിലിപ്പോൾ സങ്കടത്തിനും ഇഷ്ടത്തിനും പകരം ദേഷ്യമായതുകൊണ്ട് ഞാൻ ധൈര്യമായി തന്നെ അങ്ങനെ ഫേസ് ചെയ്തു. ഞാൻ വീട്ടിലേക്കാ, കയറിക്കോ. ഒന്ന് നോക്കിയതല്ല, ഞാനൊന്നും പറഞ്ഞില്ല. തിരിഞ്ഞടക്കാൻ ഒരുങ്ങി എൻ്റെ കയ്യിലൊരു പിടി വീണു. തിരിഞ്ഞു നോക്കാതെ തന്നെ എനിക്ക് ആളെ അറിയാം. ഞാൻ നടന്നു പോയിക്കോളാം. പോലീസുകാരൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ ഒരു കള്ളി കയറുന്നു, സാറിന് നാണക്കേടാവും എന്നും പറയാൻ തിരിഞ്ഞടന്നു. ഗൗതം കിളി പോയി നിൽക്കുന്നുണ്ട്. ഞാനൊന്നും പറയാൻ പോയില്ല. മുഖഭാവം കണ്ടിട്ടാവണം. അവനൊന്നും ചോദിച്ചുമില്ല. ബസ് കയറി വീട്ടിലെത്താനായപ്പോൾ തന്നെ കണ്ടു. കുറച്ച് മുമ്പിലായി ബൈക്കിൽ ചാരി നിൽക്കുന്ന പൂജാരിയെ. ഞാൻ മൈൻഡ് ചെയ്യാൻ നടന്നു. ഡേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എന്താ നേരം വയ്യെന്ന് ചോദിച്ചാൽ നീ അവിടെ ചെന്ന് എന്തോ പറയും? പോലീസ് സ്റ്റേഷനിലായിരുന്നോ? വാ, ഞാൻ കൊണ്ടാക്കാം. സഹായം എനിക്ക് ഉപകാരപ്രദമാവുമെങ്കിലും എന്തോ സ്വീകരിക്കാൻ തോന്നിയില്ല. ഞാൻ നടന്നു തന്നെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേരും എന്നെ കടന്നുപോയി. വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കുട്ടൂസും അമ്മയും കൂടെ പൂജാരിയും. അങ്ങേരെന്തൊക്കെയോ പറയുന്നുണ്ട്. ആ ബസ് കേടായിരുന്നെങ്കിൽ നിനക്ക് വേറെ ബസ്സിൽ കയറി പോരായിരുന്നില്ലേ? അമ്മയാണ്. ഞാൻ അന്തിച്ചു നിന്നു. അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? എന്തായാലും അന്തരീക്ഷം വലിയ കുഴപ്പമുള്ളതല്ല. അതുകൊണ്ട് ഞാൻ വലിയ ഡെക്കറേഷൻ ഒന്നും കൊടുക്കാൻ പോയില്ല. മിണ്ടാതെ നിന്നേ ഉള്ളൂ. പിന്നെ അമ്മയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഞാൻ വന്ന ബസ് കേടുവന്നുകൊണ്ടാണ് ഞാൻ ലേറ്റായതെന്നാണ് പൂജാരി ഇവിടെ പറഞ്ഞതെന്ന്. പുള്ളി വിളിച്ചിട്ട് ഞാൻ ബൈക്കിൽ കയറിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയോ കുളിച്ച് ഞാൻ വേഗം കയറി കിടന്നു. തീരെ വയ്യ. കണ്ണടക്കുമ്പോഴും തുറക്കുമ്പോഴൊക്കെ പോലീസ് സ്റ്റേഷനാണ് തെളിഞ്ഞു വരുന്നത്. രാവിലെ അമ്മ വന്ന് വിളിച്ചുണർത്തി. പക്ഷേ കോളേജിൽ പോകാൻ പേടിയാവുന്നു. ആരെങ്കിലും കണ്ടു കാണുമോ എന്ന് അറിയില്ലല്ലോ. ക്ലാസ്സിൽ പോവാതിരിക്കാൻ അമ്മയോടൊരു കുരുക്ഷേത്രം തന്നെ നടത്തേണ്ടി വന്നു. എന്തോ അന്ന് ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങിയതേയില്ല.